ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷ റിസൾട്ടൊക്കെ വരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. 1-2 ആഴ്ചക്കകം നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ റിസൾട്ട് അടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ടെൻഷനൊക്കെ കൂടും. അതേസമയം തന്നെ കുട്ടികളുടെ മനസ്സിൽ മറ്റ് ചില ചിന്തകൾ കൂടി വന്നു തുടങ്ങും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷം +1 ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ 10th കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് കോഴ്സിനാണ് പോകേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ശരിയാണല്ലോ, ഞാൻ ഏതാ എടുക്കേണ്ടതെന്നൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ SSLC വാല്യുവേഷനെ കുറിച്ചിട്ടും SSLC റിസൾട്ടിനെ കുറിച്ചിട്ടും +1 അഡ്മിഷനെ കുറിച്ചും എല്ലാമുള്ള വാർത്തകളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇനി പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 10th കഴിഞ്ഞാൽ, അപ്പോൾ 10th വരെ നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലേ? നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങനെ കയറി വന്നു, ഓരോ ക്ലാസ്സായിട്ട് മുന്നോട്ട് വന്നു. നമ്മൾ 10th അടുത്ത വർഷം എന്ത് എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. 9th പഠിക്കുമ്പോൾ അടുത്ത വർഷം 10th നമുക്കറിയാം. എന്ത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ചിന്തിച്ച കാര്യമില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ 8th അടുത്ത വർഷം എനിക്ക് 9th അല്ല 10th ആവേണ്ടതാണ്, നടക്കില്ലല്ലോ. നമ്മൾ 9th കയറി, 10th കയറി. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഇനി നിങ്ങളുടെ ഒരു ചോയ്സ് ഉണ്ട്. ഇനി എന്ത് പഠിക്കണം എന്നുള്ളതിന് നിങ്ങളുടെ ഒരു ചോയ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് +1 എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് തന്നെ, അതായത് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ, ഈ സയൻസ് ഗ്രൂപ്പും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കമ്പ്യൂട്ടർ സയൻസും ഉൾപ്പെട്ട ആ ഒരു +1 എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് VHSE ആണ് അല്ലേ? ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. രണ്ടാമത് VHSE ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പറയും. ഇനി ഇതല്ലാതെ രണ്ടും അല്ലാതെയും ഉണ്ട്. ITI പോലെയുള്ള കോഴ്സുകളൊക്കെ 10th ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചില പോളിടെക്നിക്കൽ, ഈ ITI പോലെയുള്ള ചില കോഴ്സുകളൊക്കെ 10th കഴിഞ്ഞിട്ടും ഉണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളതും ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നതും ഈ +1 കോഴ്സുകൾക്കാണ്. സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും കമ്പ്യൂട്ടർ സയൻസിനും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ +1 നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതിൽ സയൻസ് ഗ്രൂപ്പുണ്ട്, കൊമേഴ്സ് ഗ്രൂപ്പുണ്ട്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ കോഴ്സ് കോമ്പിനേഷനുകൾ മാറിക്കൊണ്ട് ഒരുപാട് മറ്റ് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്കറിയാം സയൻസ് ഗ്രൂപ്പിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതുൾപ്പെട്ട ബയോമാത്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, ഒരു സെഷനുണ്ട്. ഇനി ബയോമാത്സ് അല്ലാതെ ബയോളജിക്ക് പകരമോ അല്ലെങ്കിൽ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. കൊമേഴ്സ്, ഇതുമൊക്കെ വ്യത്യസ്തമായിട്ട് കൊമേഴ്സ് ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങുമായി ഉൾപ്പെട്ട ആ രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ പഠിക്കുന്ന കൊമേഴ്സ് ഗ്രൂപ്പുണ്ട്. ഇനി ഇതല്ലാതെ ആർട്സ് വിഷയങ്ങളിലേക്കൊക്കെ പോകുന്ന, അതായത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന എക്കണോമിക്സും പൊളിറ്റിക്സും സോഷ്യോളജിയും ഒക്കെ ഉൾപ്പെട്ട ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പും ഉണ്ട്. ഇതിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എടുക്കുന്നത് നല്ലതെന്നായിരിക്കും. അങ്ങനെ നമുക്ക് ഇന്നതെടുത്താൽ നല്ലത് എന്നോ ഇന്നത് മോശമെന്നോ പറയാൻ വഴിയില്ല. കാരണം ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഓരോന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരോ പർപ്പസുകളാണ്, അല്ലെങ്കിൽ ഓരോരോ വഴിയിലേക്ക് പോകാൻ ആണ് ഓരോന്നും ഉപകരിക്കുക. അപ്പം ഏത് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇത് ഒരു വീഡിയോയിൽ 3ൻ്റെയും ഉപയോഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സെപ്പറേറ്റ് വീഡിയോകളായിട്ട് ഞാൻ സയൻസിനും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSE ഇത് ഓരോന്നും എടുത്താൽ എന്താണ് ഗുണം എന്നുള്ളത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ തന്നു തുടങ്ങും. അതേപോലെ 10th കഴിഞ്ഞ് ഈ VHSEയും +1 സയൻസും ഒന്നും അല്ലെങ്കിൽ +1 അല്ലാതെയുള്ള മറ്റ് ഓപ്ഷനുകൾ ഏതാണ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോകളായിട്ട് തന്നു തുടങ്ങും. നിങ്ങളെല്ലാം റിസൾട്ടിന് മുമ്പേ തന്നെ എല്ലാം കാണുക. എല്ലാം കണ്ട ശേഷം നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക. ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഏതൊക്കെ ലെവലിൽ പോകാം, കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ലെവലിൽ പോകാം, ഹ്യൂമാനിറ്റീസ് എടുത്താൽ എങ്ങോട്ടൊക്കെ പോവാം, അതുകൊണ്ട് VHSE എടുത്താൽ എങ്ങോട്ടൊക്കെ പോവാം, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും. എല്ലാം കേട്ടിട്ട് നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കുക. ഓക്കെ, ഞാൻ ഇതാണ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് റിസൾട്ട് വന്ന ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്ത് നമുക്ക് ആ ഗ്രൂപ്പ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാൻ കഴിയും. പക്ഷേ നമുക്കൊരു തീരുമാനം എടുത്ത് വെക്കുന്നത് നല്ലതാണല്ലോ. അത് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോകളുമായിട്ട് ഞാൻ നാളെ മുതൽ തന്നെ തീർച്ചയായിട്ടും വരും. കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോന്നെടുത്താൽ എന്താണ് ഗുണം, എന്താണ് ദോഷം ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് കൂടി ചിന്തിക്കാം. നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ +1 ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ചെയ്യണം. ഇതുവരെ ഞാൻ +1 ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടാണ് അത് ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ വരാൻ പോകുന്നത്. ഓക്കെ, കാണാം.